ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മനസ്സലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഞായറാഴ്ചയാണ്, കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാനോർത്ത് ഇന്ന വീഡിയോ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളൊരു പഴനി ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ്. ആദ്യം ഞാൻ കരുതിയിരുന്നത് നമുക്ക് പഴനിയിൽ പോയിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങാനാണ്. പക്ഷെ ഇപ്പം എന്തായാലും ഒരു കുറേ നാളായില്ലേ, ഗ്യാപ്പ് വന്നുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാമെന്ന് കരുതിയതാണ്. അപ്പം നമുക്ക് ഇതിപ്പോൾ രാവിലെ തന്നെ നമുക്ക് ശിവക്കുട്ടിന് പാല് കൊടുക്കും. പാല് ഇത്രയും കൊടുത്താലും ഇത്രയും കുടിക്കുള്ളൂ. പിന്നെ നമ്മൾ കുടിക്കും കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന് അവൻ കുടിച്ചോളും. പിന്നെ ഇത് ബാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടാണെങ്കിൽ അവനിപ്പോൾ തന്നെ ദാഹിക്കും. അപ്പോൾ എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ എടുത്ത് അങ്ങ് കൊടുത്താൽ അതങ്ങ് അങ്ങനെ കഴിക്കും, അങ്ങനെ കുടിച്ചോളും. പിന്നെ നമുക്കപ്പോൾ ഇന്ന് രാവിലത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ നമുക്ക് ഇഡലിയാണ്. നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കറി ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചിക്കൻ കറി കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അമ്മ അവിടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ശിവക്കുട്ടൻ കളിച്ച് ഇവിടേക്ക് വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് പിന്നെ കാത്തുമ്പിക്ക് ഭക്ഷണം കൊടുത്തു. നമ്മുടെ ഇഡലിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത് അവൾക്ക് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടെ. ഇത് നല്ല അടിപൊളി ഗോതമ്പാണ് കേട്ടോ. പുതിയ ഗോതമ്പ് വന്നത് അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ആ തടുക്കൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വെയിൽ കൊള്ളുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ രാവിലെ ഇത് കണ്ട, നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഉടയാട വാങ്ങിച്ച് കെട്ടിക്കഴിഞ്ഞാൽ മരം നന്നായിട്ട് വളരുമെന്ന് പറയത്തില്ല, അതുകൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ അങ്ങനെ അവൾക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കേട്ടോ. ഇവിടെ അച്ഛനും മകനും കൂടി നേരത്തെ വന്നിരിപ്പുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് നമ്മുടെ ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാമെന്ന് ഓർത്ത്. അതായത് ഇഡലി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറി ഇഡലിയുടെ കൂട്ടത്തിൽ ചിക്കൻ കറി. ഇത് തലേ ദിവസം വെച്ചാണ് കേട്ടോ. ഇന്നലെ തലേ ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇഡലി ഉണ്ടായിരുന്നു. പിന്നെ ഇഡലി കൂടെ ഞാൻ ചമ്മന്തി അരക്കാം കേട്ടോ. ഈ ചമ്മന്തി എന്ന് വെച്ചാലേ നമ്മൾ ആ ചമ്മന്തി അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് അല്ലാണ്ട് വറയിലേക്ക് ചമ്മന്തി അരച്ചിടുന്നത് എനിക്കിഷ്ടമായി, വലിയ താല്പര്യമില്ല. ഇങ്ങനെ കുറുക്ക് പരുവത്തിന് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയായതുകൊണ്ട് കേട്ടോ. സൈഡൊക്കെ നമുക്ക് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പഞ്ചസാര ചേർത്താലും ഒട്ടിപ്പിടിക്കും. അപ്പം ഇപ്രാവശ്യം ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ഇഡലി ഉണ്ടാക്കിയത്. ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് കിടക്കണം. ഇത് കുറച്ചും കൂടി ലൂസാക്കി ഇന്ന് ഉണ്ടാക്കി. പക്ഷേ അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി കട്ടിക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. ഈ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഇഡലിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചുമ്മാ പറയുമല്ലോ, നമ്മുടെ മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു. അപ്പം അത് പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ ഒന്ന് വരട്ടിയെടുത്തു കേട്ടോ. തലേ ദിവസം ഞാൻ മറ്റേ നമ്മുടെ കറി രൂപത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ആയപ്പോൾ അത് വരട്ടി നമ്മൾ ചിക്കൻ കറിയും ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിട്ട് ഞാനും ഇരുന്ന് കേട്ടോ. പിന്നെ പാൽച്ചായ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇപ്പോൾ കട്ടൻ കാപ്പിയോട് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഇപ്പോൾ ഈ തവണ ആദ്യമായിരുന്നു ഞാൻ കട്ടൻ കാപ്പി ചിക്കൻ്റെ കൂട്ടത്തിൽ. ചിക്കൻ ഇങ്ങനെ രാവിലെ കൂട്ടിയിട്ട് കട്ടൻ കാപ്പി ഞാൻ അങ്ങനെ കൂട്ടാറില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാനിന്ന് ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ ഇന്ന് കട്ടൻ കാപ്പിയായിട്ട് അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഫോണ് കാണണം കേട്ടോ. ഫോൺ ഇങ്ങനെ ഒരു ചെറിയ ബനിയന വല്ല വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ടിരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള പരിപാടി കണ്ടിട്ട്. എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ അങ്ങ് ഇരിക്കണല്ലേ, കിടക്കണം. ഈ പരിപാടിയാണ്. ശിവക്കുട്ടനെ കാണിച്ചത്. ചൂന്റെ ശിക്കുട്ട എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങനെ കാണിച്ച് സൂപ്പർ കാണിക്ക്. സൂപ്പർ. അങ്ങനെ ശിവക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ തനിയെ ഇരുന്ന് കഴിച്ചോളും കേട്ടോ. ആർക്കും ശല്യമൊന്നുമില്ല. പാവം അങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിച്ചോളും. കുറച്ച് ചിക്കനൊക്കെ ഞാൻ ചിക്കിരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൻ്റെ പുറത്തോട്ടുണ്ട്. അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ കൃഷിയുടെ സ്ഥലമാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ വളവും കാര്യങ്ങളൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലോട്ട് എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ജനാല തുറന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ. നല്ല രസമാണ്. ആ ഒരു ഇപ്പം നല്ല മഞ്ഞുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയാണ്. പിന്നെ നമുക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നു നമ്മുടെ ബെഡ്റൂം. അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയാക്കി വിരിക്കണമായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് പിന്നെ നമ്മുടെ പണിയിലേക്ക് കടക്കാൻ തുടങ്ങി. എനിക്ക് എന്തായാലും കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ റൂം വൃത്തിയാക്കുകയാണെങ്കിൽ ബാക്കി കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്.
അങ്ങനെ ബെഡ് ആദ്യം വൃത്തിയാക്കി ഇട്ടിട്ട് നമ്മുടെ അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. തൂക്കണമായിരുന്നു, പേര് തൂക്കണുണ്ടായിരുന്നു. അപ്പോൾ പേരെയൊക്കെ തൂത്ത് വൃത്തിയാക്കി. അപ്പം തന്നെ അതേ അച്ഛനും മകനും കൂടി കയറി കിടന്നിട്ടുണ്ട്. പിന്നെ അതേ നിതിൻ നമ്മുടെ കൊച്ചിനെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് പാൽ എടുക്കുന്ന ഒരു വിധം കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇത് കണ്ടില്ലേലും അവൻ പാല് കുടിച്ചോളും. ഇത് ബാക്കി വരുന്ന പാലാണ് കേട്ടോ. രാവിലെ അവൻ കുറച്ച് പാല് തന്നെ നമ്മൾ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പകുതി മുക്കാലാദ്യം അവൻ ഒരിടത്ത് മാറിയിരുന്ന് അങ്ങ് കഴിച്ചോളും. സ്ഥിരം അവൻ ബെഡിൻ്റെ പുറത്ത് തലേണ വിരിച്ചിട്ട് അവിടെയൊക്കെ മാറിയിരുന്ന് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ ഇച്ചിരി പാടാണ്. അതാണിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തത്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ട് ഞാൻ അതേ അകത്ത് നോക്കിയപ്പോൾ മകൻ്റെ പിന്നെ ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പാട്ടാ. ഞാനപ്പോൾ ദേശീയ അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴല്ല ഒരു 12 മണി ആ സമയമായപ്പോൾ ഞാൻ നമ്മുടെ ശിവക്കുട്ടന് കഞ്ഞി അച്ചാറോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവന് കൂടുതലും കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു. നമ്മളൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം സെയിം മെനു തന്നെയാണ് ഇഷ്ടം, നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വൈകിട്ട് നെയ്യും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്താണ്. നമ്മുടെ യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ് നമ്മുടെ ചവ്വരി പായസം. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ ചവ്വരി പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കുതിർന്ന് നമ്മുടെ പിന്നെ തിള വരുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ചവ്വരി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വൈകിട്ട് ചവ്വരി പായസമൊക്കെ എടുത്ത് വെച്ചിട്ട് കുടിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ കാപ്പി കുടിച്ചില്ല കേട്ടോ, പകരം ഈ ചവ്വരി പായസം കുടിക്കാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അവരുമൊക്കെ പിള്ളേർ എഴുന്നേറ്റ് ഇതിനിപ്പോൾ ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ണഞ്ചേരി ജംഗ്ഷൻ വരെ പോയിരിക്കും. അപ്പം നമുക്ക് ഇനി എന്തായാലും ഇത് വരുമ്പോൾ കുറച്ച് നേരം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മീൻ കറി വെക്കണമായിരുന്നു, മീൻ വറക്കണമായിരുന്നു കൊച്ചിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ആദ്യം ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് കുടംപുളി ഇട്ടിട്ട് അയിലക്കറി വെച്ചതാണ്. പിന്നെ നമ്മൾ വൈകിട്ട് നിതിൻ വന്നതിന് ശേഷം നമ്മൾ ഒന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം നമ്മൾ പോകുന്ന കടയുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ 10 രൂപയുടെ ഷേക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മങ്കാഫ് ബേക്കറി എന്നാണ് പേര്. അപ്പോൾ നമ്മൾ അവിടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീറ്റ് റോളും നമ്മുടെ നാരങ്ങ വെള്ളവും കൂടിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് നാരങ്ങ വെള്ളം സാധാ വെള്ളം ഒഴിച്ച് കുടിക്കുന്നതായിട്ട് ഇഷ്ടം, സോഡ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ ഇതേ ഇഷ്ടംപോലെ മറ്റേ കളിപ്പാട്ടങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങേറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട്. നമ്മൾ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതെ ഇവിടെ പൊതുവേ മറ്റ് കടകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അധികം പൈസ കുറവാണ് കേട്ടോ ഈ കളിപ്പാട്ടങ്ങൾക്ക്. പിന്നെ അതേ നമ്മുടെ കാത്തുമ്പിക്ക് ഈ ഒരു ചീറ്റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒനിയൻ്റെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ശിവക്കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു നമ്മുടെ ആ ഒരു തോക്കാണ് കേട്ടോ. ഇത് ഇപ്പം മുന്നേ ഒരു തോക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു അമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ തോക്ക് വാങ്ങിച്ചു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ തോക്കും അതും ഒക്കെ കൂടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മിഠായികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല. നമ്മുടെ കിക്കാറ്റും മിൽക്കി ബാറും 5 സ്റ്റാറും സ്റ്റിക്കറും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളിതേ രാത്രി നമ്മുടെ വീടിന് കുറച്ചടുത്താണ് കേട്ടോ. അപ്പം നമ്മളിതേ സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ പണി നമ്മുടെ ആ തോക്കൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ കൂലുമിഠായി വരുന്ന വഴി നമ്മുടെ രവിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകുതിക്ക് വെച്ച് കഴിച്ചു ശിവക്കുട്ടൻ പെട്ടെന്ന് എൻ്റെ കയ്യിലായിട്ട് തന്നു കേട്ടോ. കാരണം തോക്ക് പൊട്ടിക്കാനിരുന്നതുകൊണ്ട് പിന്നെ അവനത് വേണ്ടാതായി. പിന്നെ നമ്മളിത് തോക്കൊക്കെ പുറത്തേക്ക് എടുത്ത് അത് വർക്ക് ചെയ്യിക്കാനായിട്ട് നോക്കുവാണ്. നമ്മുടെ ശിവക്കുണ്ട് അത് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. അത് 2 ദിവസം കൊണ്ട് പഠിച്ചോളും. മുന്നേ നമ്മൾ ഇതുപോലൊരു സാധനം വാങ്ങിച്ചിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും അങ്ങനെ പഠിക്കുമായിരിക്കും. പിന്നെ ഇതേ നമ്മൾ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ വെടിവെച്ച് കാണാൻ പോകട്ടോ. കണ്ട അതുപോലെ ഇങ്ങനെ പന്ത് അതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് അതിങ്ങനെ തെറിച്ച് പോകും. പക്ഷേ ഈ തെറിച്ച് കൊള്ളുന്ന കുറച്ച് വേദന എടുക്കും കേട്ടോ. നല്ല പിന്നെ ആയത്തിൽ ഈ സാധനം ഇങ്ങനെ പന്ത് പോയി ഇടിച്ചു കൊള്ളും കേട്ടോ. പിന്നെ ഒരു 2-3-4 പന്ത് ഉണ്ടായിരുന്നു. ഒരു 2-3 പന്ത് എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് 2 എണ്ണം മാത്രം അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ അവനത് നശിപ്പിച്ച് കളയും. എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാണത്തില്ല. അങ്ങനെ പൊതുവേ ഞാൻ ഇവൻ്റെ കളിപ്പാട്ടങ്ങളൊന്നും നമ്മൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാറില്ല. പിന്നെ ബോൾ വൈകിട്ട് അച്ഛനും മകനും കൂടി മക്കളും കൂടി പുറത്തിരുന്ന് തട്ടി കളിച്ചാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ അകത്ത് വെച്ച് തന്നെ കേട്ടോ കളിയും ചിരിയൊക്കെ. അതുകൊണ്ട് ഞാനും അങ്ങനെ പുറത്തേക്ക് ഇറക്കാറില്ല. അങ്ങനെ അവൻ പിന്നെ അതുമായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പിന്നെ ഇതേ നമ്മുടെ കാത്തുമ്പി ആണെങ്കിൽ മറ്റേ
സാധനം കൊടുത്തത് അതും കഴിച്ചുകൊണ്ട് നടപ്പാണ്. നമ്മുടെ ചീറ്റോസ് ഇല്ല അത്. പിന്നെ അച്ഛനും മകനും കൂടി കുറേ നേരം അതുമായിട്ട് കളിയായിരുന്നു. പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാണ്. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് ആദ്യമേ കഴിച്ചു. ഇത് നമ്മൾ രാവിലെ വെച്ച ചോറാണ്. അമ്മ വേറെ ചോറ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോറ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അപ്പം തന്നെ നേരത്തെ കഴിച്ചിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, നീ ചുമ്മാ പറയുന്നില്ല. നല്ല അടിപൊളി അയലക്കറി വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കുറുകി നല്ല പരുവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ ഈ അയലക്കറി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. വേറെ കറികളൊന്നും ഇല്ലായിരുന്നു. നമ്മളത് ചിക്കൻ കറിയൊക്കെ തീർന്നായിരുന്നു ഉച്ചയ്ക്ക് തന്നെ. നമ്മൾ സെയിം മെനു പിന്നെ കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ ചോറും അയലക്കറിയും കൂടി എടുത്ത്. എനിക്ക് ഒരുപാട് ചാറ് വേണം കേട്ടോ. മീനില്ലെങ്കിൽ ചാറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ട് ഞാൻ മുറിക്കകത്ത് വന്നിട്ട് കഴിക്കാൻ വരും കേട്ടോ. അവർ പിന്നെയും പുറകിലിരുന്നിട്ട് ചോക്കിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ വൈൻഡപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ പഴരിക്ക് പോകുന്നുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോസായിട്ട് തല അപ്പൊ നമ്മൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നതുവരെ ടാറ്റാ.